നമസ്കാരം. മീഡിയ സെന്റർ കൊല്ലം മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കൈക്കൂലി ആരോപണം. അറസ്റ്റിലായ ചവറ സ്വദേശി സോനു ശ്രീകുമാർ നേരത്തെയും ആരോപണ വിധേയൻ. കഴിഞ്ഞ സഹോദയ ഫെസ്റ്റിവലിലും ഇയാൾ പണം വാങ്ങിയതായി ആരോപണം. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. 3 അംഗ സംഘത്തെ ഓച്ചിറ പോലീസ് പിടികൂടി. ഓച്ചിറ ദേവികുളങ്ങര സ്വദേശികളാണ് അറസ്റ്റിലായത്. ക്ലാപ്പന സ്വദേശികളായ സുജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്. മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതും ജനജീവിതത്തെ ബാധിക്കുന്നു. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ മുട്ടയ്ക്കാവ് മുടിച്ചിറ പോളയിലാണ് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നത്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും വിലയിരുത്തൽ. വിശദമായ വാർത്തകളിലേക്ക്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കൈക്കൂലി ആരോപണം. അറസ്റ്റിലായ ചവറ സ്വദേശി സോനു ശ്രീകുമാർ നേരത്തെയും ആരോപണ വിധേയൻ. കഴിഞ്ഞ സഹോദയ ഫെസ്റ്റിവലിലാണ് ഇയാൾക്ക് നേരെ ആരോപണം ഉയർന്നത്. കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കൈക്കൂലി വാങ്ങി ഫലം അട്ടിമറിച്ചെന്ന് ആരോപണം ഉയരുകയും അറസ്റ്റിലാവുകയും ചെയ്ത ചവറ സ്വദേശി സോനുവിനെതിരെ നേരത്തെയും ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ സഹോദയ യൂത്ത് ഫെസ്റ്റിവലിൽ കൊല്ലത്തെ ഒരു നർത്തകിയെ കോഴ നൽകാത്തതിന് 7ാം സ്ഥാനത്തേക്ക് തള്ളിവിട്ട് B ഗ്രേഡ് ആക്കിയത് ഇയാളായിരുന്നുവെന്നാണ് ആരോപണം ഉയർന്നത്. കൊല്ലം ജില്ലയിൽ ഇയാൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് സമ്മാനം ലഭിക്കുന്നതിനായി 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ മുൻകൂട്ടി രക്ഷിതാക്കളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് പതിവായിരുന്നത്രേ. പണം നൽകിയില്ലെങ്കിൽ രാത്രി പകലാക്കി കഷ്ടപ്പെട്ട കുഞ്ഞിന്റെ സമ്മാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് ഭയന്ന രക്ഷിതാക്കൾ ഇയാളുടെ കഥകൾ വിശ്വസിക്കും. ഇതിന് തയ്യാറാവാഞ്ഞതും വിവരം പുറത്തു പറഞ്ഞതുമാണ് നർത്തകിയായ വിദ്യാർത്ഥിയെ ഇയാൾ 7ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടത്. ലക്ഷങ്ങൾ ചെലവഴിച്ചാണ് രക്ഷിതാക്കൾ വിദ്യാർത്ഥികളെ കലോത്സവത്തിന് പ്രാപ്തരാക്കുന്നത്. മറ്റു ജില്ലകളിൽ നിന്നും വരുന്ന ജഡ്ജസ് ഓരോ പ്രദേശങ്ങളിലുമുള്ള ഇത്തരം മാഫിയകളെ സമീപിച്ച് കമ്മീഷൻ ഉറപ്പിക്കുന്നത് കുറച്ചുകാലമായി കലാരംഗത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. കേരള സർവകലാശാല യുവജനോത്സവ വേദിയിൽ വെച്ച് ചവറ സ്വദേശി സോനു ശ്രീകുമാർ അറസ്റ്റിലായതോടെ ഇത്തരത്തിൽ പണം വാങ്ങി ഫലം അട്ടിമറിക്കുന്നവർക്കെതിരെ കൂടുതൽ നടപടിയുണ്ടാകുമെന്നാണ് രക്ഷിതാക്കളുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, ചവറ. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല പ്രഥമ കലോത്സവം സമാപിച്ചു. രചനാ മത്സരങ്ങളിലെയും ആദ്യദിന മത്സരങ്ങളിലെയും വിജയികൾക്കുള്ള സമ്മാനദാനം നൌഷാദ് MLA നിർവഹിച്ചു. ആശ്രമം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിലാണ് കലോത്സവം സംഘടിപ്പിച്ചത്. കലയിലൂടെ മനുഷ്യ മനസ്സിനെ നിഷ്പ്രയാസം സ്വാധീനിക്കാൻ സാധിക്കുമെന്നും മനുഷ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആശയം സമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സർഗകലകളിലൂടെ കഴിയണമെന്നും നൌഷാദ് MLA പറഞ്ഞു. UGC അംഗീകാരത്തോടു കൂടി നടത്തുവാൻ കഴിയുന്ന സ്ഥാപനമായി സാങ്കേതികമായി 4 എന്ന് പറയാം, പക്ഷെ 3 വർഷമല്ലേ, 2020 ഒക്ടോബറിനല്ലേ ആരംഭിക്കും. 3 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇത്രയും മികച്ച നിലയിലേക്ക് ഇതിനെ കൊണ്ടുപോകുവാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ PC മുബാറക് ബാഷ സാറിന്റെ നേതൃത്വത്തിൽ, ഇവിടുത്തെ സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വളരെ ഫലപ്രദമായ ഇടപെടലുകൾ നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 22,000 പേരാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പ്രധാന വേദിയായ ജയൻ നഗറിൽ നടന്ന ചടങ്ങിൽ മേയർ പ്രസന്ന യണസ്റ്റ് അധ്യക്ഷയായി. വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ, പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ SV സുധീർ, സിൻഡിക്കേറ്റ് അംഗങ്ങളായ ഫസിലിത്തിൽ, റെനി സെബാസ്റ്റ്യൻ, ഹെഡ് ഓഫ് സ്കൂൾ G സൂരജ്, C ഗോപകുമാർ, സൈബർ കൺട്രോളർ M ജയമോഹൻ, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വിദ്യാർത്ഥികളെ തൊഴിൽ സജ്ജരാക്കാൻ പാഠ്യപദ്ധതികൾ നവീകരിച്ച് വിജയിപ്പിച്ച സംസ്ഥാനമാണ് കേരളമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കര B.Ed സെന്ററിൽ പ്രതിധ്വനി നൈപുണ്യ വികസന ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. അനുദിനം മാറ്റങ്ങൾക്ക് വിധേയമാവുകയാണ് വിദ്യാഭ്യാസ മേഖല. ഇത് കണക്കിലെടുത്ത് അതിനൂതന സൗകര്യങ്ങൾ എല്ലാ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉറപ്പാക്കുന്നുവെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 4 വർഷം വരാൻ പോവാണ്, 4 വർഷം ആകണം. അപ്പോൾ അനുദിനം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരികയാണ്. ആ മാറ്റങ്ങൾ പലതും ലോജിക്കലാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ സ്ഥാപനം ആദ്യം തുടങ്ങുന്ന കാലത്ത് ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. നമ്മുടെ ഈ കോളേജ് മാത്രമല്ല, പേരന്റ് കോളേജായിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളിലും നിരന്തരമായി സഹകരിക്കുകയും വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതൽ സഹകരിക്കുകയും ചെയ്താണ്. വിദ്യാർത്ഥി സിൻഡിക്കേറ്റ് മെമ്പറായാലും പിന്നീട് അല്ലാതെ അതിനുശേഷവും ഇവിടെ അഡീഷണൽ ബാച്ചിന്റെ കാര്യമൊക്കെ വരുമ്പോഴും എല്ലാ കാര്യത്തിലും അടുത്ത് സഹകരിക്കുന്നതാണ്. മാറുന്ന ജോലി സാധ്യതകൾക്ക് അനുസൃതമായി വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുകയുമാണ്. അതിനുദാഹരണമാണ് കുളക്കട അസാപ്പിൽ വിദേശ രാജ്യങ്ങളുടെ കമ്പനികൾക്ക്
അക്കൗണ്ടിംഗ് നടത്തുന്നതിനുള്ള പരിശീലനം നൽകുകയും തൊഴിൽ സ്ഥാപനം ആരംഭിച്ചതും. സോഹോ കോർപ്പറേഷൻ കൊട്ടാരക്കര IHRD ക്യാമ്പസിൽ നിർമ്മിത ബുദ്ധിയും റോബോട്ടിക്സും പരിശീലിപ്പിക്കുന്ന കേന്ദ്രം ആരംഭിച്ചത് മറ്റൊരു നേട്ടം. കേരളത്തിന്റെ സമാധാന അന്തരീക്ഷവും ഉയർന്ന മനുഷ്യ വിഭവശേഷിയുമാണ് ഇത്തരം രാജ്യാന്തര കമ്പനികളെ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. നാളെയുടെ തലമുറയെ വാർത്തെടുക്കുന്ന അധ്യാപകർക്ക് നേതൃത്വ ഗുണവും സഹകരണ മനോഭാവവും ഉണ്ടാകുവാൻ ഇത്തരം ക്യാമ്പുകൾ സഹായിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോളേജ് പ്രിൻസിപ്പൽ റിജി ജോൺ അധ്യക്ഷനായി. പ്രൊഫസർ കടമനിട്ട വാസുദേവൻ പിള്ള മുഖ്യാതിഥിയായി. കോളേജ് അധികൃതർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച 3 അംഗ സംഘം പിടിയിലായി. ഓച്ചിറ ദേവികുളങ്ങര സ്വദേശികളാണ് അറസ്റ്റിലായത്. ക്ലാപ്പന സ്വദേശിയായ സുജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് ഓച്ചിറ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. മുൻവിരോധത്താൽ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച പ്രതികളാണ് പോലീസിന്റെ പിടിയിലായത്. ഓച്ചിറ പായക്കുഴി നെടിയത്ത് വീട്ടിൽ നിന്നും ക്ലാപ്പന വടക്ക് ഹരിനന്ദനം വീട്ടിൽ താമസിക്കുന്ന ബിജു, ദേവികുളങ്ങര പുതുപ്പള്ളി വടക്ക് മുറയിൽ മുട്ടത്ത് വടക്കൽ വീട്ടിൽ ഷാജി എന്നിവരാണ് ഓച്ചിറ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെ ക്ലാപ്പന അനന്തേശ്വരം റോഡിൽ ക്ലാപ്പന സ്വദേശിയായ സുജിത്തും 2ാം പ്രതി ഗോകുലുമായുള്ള തർക്കത്തെ തുടർന്ന് സുജിത്ത് അടക്കമുള്ള സംഘം ബിജുവിന്റെ വീട്ടിലെത്തി ആക്രമണം നടത്തുകയും ബിജു കത്തിയെടുത്ത് സുജിത്തിനെ കുത്തുകയുമായിരുന്നു. വയറ്റിൽ കുത്തേറ്റ് ഗുരുതരമായി പരിക്കേറ്റ സുജിത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഓച്ചിറ പോലീസ് ഇൻസ്പെക്ടർ അജേഷിന്റെ നേതൃത്വത്തിൽ SI-മാരായ തോമസ്, അജിത് കുമാർ, പ്രദീപ് കുമാർ, MS നാഥ് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. കൊട്ടാരക്കര പൂവറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. മന്ത്രി KN ബാലഗോപാൽ മന്ദിരത്തിന് ശിലയിട്ടു. സംസ്ഥാനത്ത് സഹകരണ മേഖലയുടെ വിശ്വസ്തത ഏറുകയാണെന്ന് മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കര പൂവറ്റൂർ ഈസ്റ്റ് സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ നിർമ്മാണോദ്ഘാടനം പ്രൗഢമായ ചടങ്ങിലാണ് നടന്നത്. നിക്ഷേപക സമാഹരണ യജ്ഞം വഴി 1 മാസക്കാലയളവിൽ 26,000 കോടി രൂപയാണ് സഹകരണ മേഖലയിൽ സമാഹരിക്കാനായത്. ഇത് ജനങ്ങൾക്ക് മേഖലയിലുള്ള വിശ്വാസ്യതയ്ക്കുള്ള തെളിവാണെന്നും മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. നിക്ഷേപം ഇടുന്നതാണ് ഏത് സമയത്തും പണമെടുക്കാൻ പറ്റുന്ന. ഇപ്പോൾ ATM സൗകര്യങ്ങളൊക്കെ ബാങ്കിൽ വരുന്നുണ്ട്. ഇവിടെ മോഡേണൈസേഷൻ്റെ കാര്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ബാങ്കാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ വലിയ തോതിൽ മോഡേണൈസേഷൻ വരികയാണ്. നേരത്തെ അതത് ബാങ്കിലും അടുത്തായിരുന്നു പറ്റുന്നത്. ഇനിയിപ്പോൾ വരുന്ന ഘട്ടത്തിൽ ഇന്ത്യയിൽ എവിടെ പോയാലും ഇവിടുത്തെ ടൂറിസ്റ്റിലെ കാർഡുണ്ടെങ്കിൽ എടുക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള സാങ്കേതികവിദ്യ വളർന്നു വരികയാണ്. എൻ്റെ അക്കൗണ്ട് ഇവിടെയാണ് എന്നുള്ളത് കൊണ്ട് ഒരു പരിമിതി വരുന്നില്ല എന്നുള്ളതാണ് ഭാവിയിൽ വരുന്ന മാറ്റം. സമസ്ത മേഖലയിലും സ്വാധീനമുള്ള പ്രസ്ഥാനമായാണ് സഹകരണ മേഖല മുന്നേറുന്നത്. മേഖലയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപമുള്ളത് കൊല്ലം ജില്ലയിലെ സഹകരണ ബാങ്കുകളിലാണെന്നത് ശ്രദ്ധേയമാണ്. ലോകത്ത് എവിടെ നിന്നും സഹകരണ ബാങ്കുകളുടെ ATM കാർഡുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കാൻ കഴിയുന്ന നൂതന സാങ്കേതിക വിദ്യയിലേക്കുള്ള ചുവടുമാറ്റം നടത്തുകയാണ്. 2 കോടി രൂപ ചെലവിൽ ഇവിടെ വരുന്ന പുതിയ കെട്ടിടത്തിൽ ആവശ്യമായ സൗകര്യങ്ങളെല്ലാം ഏർപ്പെടുത്തുകയുമാണ്. ബാങ്ക് പ്രസിഡന്റ് L സരള അധ്യക്ഷയായിരുന്നു. കേരള ബാങ്ക് ഡയറക്ടർ G ലാലു, ജോയിന്റ് രജിസ്ട്രാർ ജനറൽ M അബ്ദുൽ ഹലീം, തദ്ദേശ സ്വയംഭരണ പ്രതിനിധികൾ, ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനം ശാസ്താംകോട്ടയിൽ ഫർണിക്കാവിൽ നടത്തി. ഇതോടനുബന്ധിച്ച് കുടുംബ സംഗമവും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനാടിയൻ ഉദ്ഘാടനം ചെയ്തു. SC/ST എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷന്റെ കൊല്ലം ജില്ലാ സമ്മേളനമാണ് ശാസ്താംകോട്ട ഭരണിക്കാവ് പുന്നമൂട്ടിൽ നടത്തിയത്. ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും നടത്തി. സംഘടന സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ഓൾനടിയൻ ഉദ്ഘാടനം ചെയ്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് PR ദിലീപ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി രമേശൻ പുന്നത്തിരിയൻ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം G ശങ്കരൻകുട്ടി പ്രബന്ധം അവതരിപ്പിച്ചു. കലാകായിക ഔദ്യോഗിക മേഖലകളിൽ ഉന്നത സ്ഥാനത്തെത്തിയ SC/ST വിഭാഗങ്ങളിൽപ്പെട്ടവരെ സമ്മേളനത്തിൽ ആദരിച്ചു. കൊല്ലം ജില്ലാ സെക്രട്ടറി S ശ്രീനിവാസൻ, സംസ്ഥാന ട്രഷറർ CS രാജേന്ദ്രൻ, സുരേഷ് മോഹൻ, VS അരുൺ, K സുരേഷ്, ബാബു K, T ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. K സുശീന്ദ്രൻ റിപ്പോർട്ടും DM അജയകുമാർ കണക്കും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയുടെ അംഗത്വ കാർഡ് വിതരണം ആദരവും നടത്തി. ശാസ്താംകോട്ട വ്യാപാരി ഭവനിൽ സംഘടിപ്പിച്ച പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശാസ്താംകോട്ട യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതിയും അംഗത്വ കാർഡ് വിതരണവും ആദരവും സംഘടിപ്പിച്ചത്. പദ്ധതിയിൽ അംഗമായിട്ടുള്ള ശാസ്താംകോട്ട യൂണിറ്റിലെ വ്യാപാരികളുടെ രജിസ്ട്രേഷൻ കാർഡ്, രസീത് എന്നിവയുടെ വിതരണവും നടത്തി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. വ്യവസായം നടത്താൻ കഴിയുന്ന വിധത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റുന്ന വിധത്തിൽ
ആ കുടുംബത്തിന് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഏതെങ്കിലും കടക്കണിയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു ചെറിയ ആശ്വാസം ലഭിക്കുക എന്നുള്ളതാണ് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എൻ്റെ കണക്കൊന്നും ഞാൻ എത്ര രൂപ അടയ്ക്കേണ്ടി വരും, എത്ര മരണം എന്നുള്ളതൊക്കെ ഇവിടെ അധ്യക്ഷൻ തന്നെ, അതെല്ലാം അതിൻ്റെ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് മാർട്ടിൻ ഗിൽബർട്ട് അധ്യക്ഷത വഹിച്ചു. വ്യാപാരികൾക്ക് അത്ര സുഖമുള്ള സ്ഥലമല്ല ശാസ്താംകോട്ട. ശാസ്താംകോട്ട വ്യവസായത്തിന് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഒന്ന്, നമ്മളുടെ ശാസ്താംകോട്ടയിൽ പ്രദേശവാസികൾ കുറവുള്ളതാണ്. നമ്മളുടെ ശാസ്താംകോട്ടയുടെ 3 ചുറ്റും കായലും വീടുകൾ കുറവാണ്. ഇവിടെ വന്നു താമസിക്കുന്ന ഉദ്യോഗസ്ഥരെ ശാസ്താംകോട്ടയിൽ നിന്ന് പൊതുവെ അങ്ങോട്ട് വലിയ പർച്ചേസിംഗ് നടത്തുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി ജോജോ കെ എബ്രഹാം അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തു. എ നിസാം, രാകേഷ്, എ കെ ഷാജഹാൻ, രേണുകുമാർ, ദിലീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാകേഷ്, APJ അബ്ദുൽ കലാം കർമ്മശ്രേഷ്ഠ പുരസ്കാര ജേതാവ് ഡോക്ടർ PR ബിജു, മിസ് കേരള ഷംജാജാൻ, ഷോർട്ട് ഫിലിം പുരസ്കാര ജേതാവ് AJ രവി എന്നിവരെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതും ജനജീവിതത്തെ ബാധിക്കുന്നു. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ മുട്ടയ്ക്കാവ് മുടിച്ചിറ പോളയിലാണ് പാരിസ്ഥിതികാഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത്. മാലിന്യം വൻതോതിൽ തള്ളുകയും അവ കത്തിക്കുകയും ചെയ്യുന്നത് പ്രദേശവാസികളെ രോഗഭീതിയിലാഴ്ത്തുന്നു. മാലിന്യം വൻതോതിൽ നിക്ഷേപിക്കുന്നതും നിക്ഷേപിച്ച മാലിന്യങ്ങൾ കത്തിക്കുന്നതും വൻ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്കിടയാക്കുകയും പ്രദേശവാസികളെ മാറാരോഗികളാക്കുകയും ചെയ്യുന്നതായാണ് പരാതി. കണ്ണനല്ലൂർ മുട്ടയ്ക്കാവ് മുടിച്ചിറക്കി പോകുന്ന ഭാഗമായ പോളയിൽ ദിനംപ്രതി രാപ്പകൽ ഭേദമില്ലാതെ നൂറുകണക്കിന് ലോഡ് ഖര ജൈവ മാലിന്യങ്ങളാണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യ കൂമ്പാരത്തിൽ ഒരു കൂനയ്ക്ക് കഴിഞ്ഞ രാത്രിയിൽ തീപിടിച്ചത് അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരുടെ ഉറക്കം കെടുത്തി. കുറച്ചു സമയം പിന്നിട്ടതോടെ പ്രദേശമാകെ പുകപടലം കൊണ്ട് നിറഞ്ഞു. നാട്ടുകാർ വിവരം അന്വേഷിച്ചപ്പോഴാണ് മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചതാണെന്ന് മനസ്സിലായത്. നൂറുകണക്കിന് ആളുകൾ സ്ഥലത്ത് തടിച്ചുകൂടിയെങ്കിലും പുകപടലം കാരണം ആർക്കും തീയുടെ അടുത്തേക്കെത്താനോ തീ അണയ്ക്കാനോ കഴിഞ്ഞില്ല. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ കെടുത്തി. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ 14 15 വാർഡുകളുടെ അതിർത്തി പ്രദേശമായ മുട്ടയ്ക്കാവിലെ നൂറുകണക്കിന് നെൽപ്പാടങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് മണലൂറ്റിയും ചെളിവാരിയും കായലിന് സമാനമായ വെള്ളക്കെട്ടാവുകയും പാടശേഖരങ്ങൾ കൃഷിയോഗ്യമല്ലാതാവുകയും ചെയ്തു. തരിശായി കിടക്കുന്ന വെള്ളക്കെട്ടിന്റെ ചില ഭാഗങ്ങളിൽ കെട്ടിടം പൊളിക്കുന്ന അവശിഷ്ടങ്ങളും മണ്ണുമിട്ട് നികത്തി വരികയാണ്. അങ്ങനെ നികത്തിയ പോളയിൽ ഭാഗത്താണ് ഇപ്പോൾ ദിനംപ്രതി നൂറുകണക്കിന് ലോഡ് മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത്. ആശുപത്രികൾ, അപ്പോൾസരിക്കടകൾ, ഓഡിറ്റോറിയങ്ങൾ, അറവുശാലകൾ, മറ്റ് കടകൾ തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളിലെയും നശിക്കാത്തതും നശിക്കുന്നതുമായ മാലിന്യം നീക്കം ചെയ്യുന്നതിന് കരാറെടുത്തവരാണ് ഇവിടെ മാലിന്യം കൊണ്ടിറക്കുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. പനയത്ര ഭാഗത്താണ് ദിവസവും അറവമാടുകളുടെ മാലിന്യങ്ങൾ ദിനംപ്രതി കൊണ്ടിറക്കുന്നത്. ഇവിടെ നിന്നുയരുന്ന ദുർഗന്ധം അസഹനീയമാണ്. ഇവിടെയാണ് കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ബംഗ്ലാദേശ് സ്വദേശിയായ തൊഴിലാളിയെ കഴുത്തറുത്തു കൊന്ന് ചെളിക്കുണ്ടിൽ ചവിട്ടിത്താഴ്ത്തിയത്. ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് മാലിന്യ നിക്ഷേപത്തിന് അറുതി വരുത്തി പരിസരവാസികളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാവുകയാണ്. പോലീസ് പിറ്റേന്ന് രാവിലെ പോലീസ് വന്ന് അത് നീക്കം ചെയ്യിച്ച് ഇനി ഇത് ഇവിടെ ഒന്നും ഉണ്ടാവത്തില്ല, ഞാൻ സൂക്ഷിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് അവർ പോയി. പിന്നെ അതിനുശേഷം അവർ അനങ്ങിയിട്ടില്ല, വന്നിട്ടുമില്ല. പിന്നെ ഇങ്ങനെ രാത്രി 1 മണിക്ക് 2 മണിക്ക് 3 മണിക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിലാണ് കൊണ്ടു തട്ടുന്നത് മൊത്തം. പല പ്രാവശ്യം അവൻ്റെ അടുത്ത് നിന്ന് ഞാൻ പറഞ്ഞു, നീ തട്ടരുത്, വലിയ പ്രശ്നങ്ങളുണ്ടാവും. എനിക്കിവിടെ എൻ്റെ കമ്പനിയിലെ ജോലിക്കാരെല്ലാം ഈ കമ്പനിയിലെ ജോലിക്കാർ മൊത്തം പോയി, ഒറ്റ ജോലിക്കാരല്ല. ഇത് തട്ട് മുഖാന്തരം ആളുകൾ കൂടി പറഞ്ഞു വരുത്തി ഇവിടെ ജോലി ചെയ്യരുത്, ജോലി ചെയ്താൽ ഇവിടെ നാശം ഉണ്ടായി പോകും എന്നും പറഞ്ഞ് അവരെല്ലാം പറഞ്ഞു വിട്ടു. അങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ടായി. ഇവൻ്റെ അടുത്ത് 6-7 പ്രാവശ്യം പറഞ്ഞു. ഈ അടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു, നീ ഇത് വാരി മാറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗം ഉണ്ടാക്കും. അന്നേരം അവൻ പറഞ്ഞത്, നിങ്ങൾ അനുവാദം തന്നാൽ മതി, ഞാൻ മൊത്തം അങ്ങ് നികത്തി തരാം. ഞാൻ നീ നികത്തണ്ട, ഞങ്ങൾ നികത്തിക്കൊള്ളാം, ഞങ്ങൾ നികത്തി. ന്യൂസ് ബ്യൂറോ, കൊട്ടിയം. കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് വേഡ് റെക്കോർഡുകളുടെ സർട്ടിഫിക്കറ്റ്, വർണ്ണം ഐക്കൺ മാധ്യമ അവാർഡ് എന്നിവയുടെ വിതരണവും നടത്തി. കരുനാഗപ്പള്ളി ലോർഡ്സ് പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിന്റെ വാർഷിക പരിപാടികൾ നടന്നത്. PTA പ്രസിഡന്റ് പ്രവീൺ മനക്കൽ അധ്യക്ഷനായിരുന്നു. വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് സെക്രട്ടറി നീലികുളം സിബു സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന ഉദ്ഘാടനവും വർണ്ണം ഐക്കൺ മാധ്യമ അവാർഡ് 2024 വിതരണവും അഡ്വക്കേറ്റ് AM ആരിഫ് MP നിർവഹിച്ചു. അതിന് ചിറക് പിടിപ്പിച്ചെടുക്കുക, അതിന് നിറങ്ങൾ നൽകുക, അതിന് ഭാവന നൽകുക, അതിനെ ആ നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ഒരു വലിയ പിന്തുണയും പ്രോത്സാഹനവുമാണ് നൽകുന്നത്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഈ ചിത്രരചനാ മത്സരത്തിലൊക്കെ പങ്കെടുത്ത്, സ്കൂളിലെ മത്സരങ്ങളൊക്കെ പങ്കെടുത്ത് സമ്മാനം നേടിയിട്ടുള്ള ഒരാളാണ്. കാരണം എനിക്ക് വര എൻ്റെ ഒരു പ്രത്യേകമായൊരു വീക്ക്നെസ്സാണ്. ഏത് ചെറിയ നോട്ടീസ് അടിച്ചാലും, ഏത് പോസ്റ്റർ അടിച്ചാലും, എന്തടിച്ചാലും ശരി,
എനിക്ക് അതിൻ്റെ ഡിസൈനിൽ ഒരു ചെറിയ റോളുണ്ടാവും, എന്നാലും എനിക്ക് സംതൃപ്തി വരുന്നു. അത്തരത്തിൽ ഓരോ മനുഷ്യരുടെ മനസ്സിലും അങ്ങനെ അവരുടേതാകുന്ന ഒരു ഭാവനയുണ്ടാകും. CR മഹേഷ് MLA, മറ്റ് ജനപ്രതിനിധികൾ, സാമൂഹ്യ സാംസ്കാരിക സിനിമാ മേഖലയിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വർണ്ണം സ്കൂൾ ഓഫ് ആർട്സിലെ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. നഗരസഭാ ചെയർമാൻ കോട്ടയിൽ രാജു, സാമൂഹ്യക്ഷേമ ബോർഡ് മുൻ ചെയർപേഴ്സൺ സൂസൻ കോടി, പ്രൊഫസർ PK റെജി, PG ശ്രീകുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. അമേരിക്കൻ ബുക്ക് ഓഫ് സർട്ടിഫിക്കറ്റ് വിതരണം ചലച്ചിത്ര താരം ഗിന്നസ് പക്രു നിർവഹിച്ചു. ഈ കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവരാദ്യമായിട്ട് പേപ്പറും എടുത്ത് അല്ലെങ്കിൽ ഒരു കരിയെടുത്ത് ഭിത്തിയിൽ വരയ്ക്കുമ്പോൾ അവരെ ചെരുക്കി പിടിച്ച് തൂക്കിയെടുത്ത് എറിയാതെ ആ ചിത്രം കണ്ടിട്ട് നല്ലതാണെങ്കിൽ അത് നല്ലതായിരിക്കുന്നു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് എന്ന് പറഞ്ഞ് നാളെ കാര്യം വിദ്യ വരയ്ക്കാൻ പോകരുത് കേട്ടോ. പക്കുചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് തന്നെ ചെയ്ത്, എന്നാൽ അത് നല്ല ചിത്രമാണെങ്കിലും പ്രോത്സാഹനം കൊടുത്താൽ ആ കുട്ടികൾക്ക് വേറെ ലെവലിലെത്തുന്നുള്ളത്. തീർച്ചയായും കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ പാഠ്യേതര വിഷയമായ അവർക്ക് കഴിവുള്ള അത്തരത്തിലുള്ള മേഖലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. ബ്രിട്ടീഷ് വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് വിതരണം സീരിയൽ താരം സൗമ്യ നിർവഹിച്ചു. റെക്കോർഡുകൾ നേടിയ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിക്കൽ ചലച്ചിത്ര TV താരം ഗിന്നസ് വിനോദ് നിർവഹിച്ചു. വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സ് പ്രിൻസിപ്പൽ അനി വർണ്ണം റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് ചെയർമാൻ സാജൻ വൈശാഖം നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കോവൂർ ഫർണിക്കാവ് ഭദ്രകാളി ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. തോറ്റമ്പാട്ട്, പ്രതിഷ്ഠാദിന മഹോത്സവം എന്നിവയോടനുബന്ധിച്ചാണ് പൊങ്കാല നടത്തിയത്. കോവൂർ ചിറ്റാനിക്കൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ തോറ്റംപാട്ടും പ്രതിഷ്ഠാ മഹോത്സവത്തിന്റെയും ഭാഗമായാണ് പൊങ്കാല നടന്നത്. ദേവി പൊങ്കലിൽ നിരവധി ഭക്തരാണ് പങ്കെടുത്തത്. ക്ഷേത്രത്തിലെ പതിവ് ചടങ്ങുകൾക്ക് ശേഷമായിരുന്നു ദേവി പൊങ്കാല നടന്നത്. മേൽശാന്തി മനു ശങ്കർ പൊങ്കാലയടുപ്പിലേക്ക് അഗ്നി പകർന്നു. മാർച്ച് 11 ഉത്സവം സമാപിക്കും. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറി. 19 ആറാട്ടോടെ ഉത്സവം സമാപിക്കും. കരുനാഗപ്പള്ളി പടനായർകുളങ്ങര മഹാദേവ ക്ഷേത്രത്തിലാണ് ഉത്സവത്തിന് കൊടിയേറിയത്. തന്ത്രിമാരായ ദേവൻ കൃഷ്ണൻ നമ്പൂതിരി, ദേവൻ സനൽ നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമുകത്വത്തിലായിരുന്നു കൊടിയേറ്റ്. 19 ആറാട്ടോടുകൂടി ഉത്സവം സമാപിക്കും. 10/3/24 കൊടിയേറി, 19 കൊടിയേറി, 19 തിരാറാട്ടോടുകൂടി സമാപിക്കുകയാണ്. ഈ ഉത്സവത്തിന്റെ നല്ല നടത്തിപ്പിനായി എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. 10 ദിവസങ്ങളിലായാണ് ഉത്സവം നടക്കുന്നത്. ദേവസ്വം ബോർഡ്, തെക്കും വടക്കും കരക്കാർ, ഡ്രൈവേഴ്സ്, ഓട്ടോ ഡ്രൈവേഴ്സ്, വ്യക്തികൾ, സ്ഥാപനങ്ങൾ എന്നിവർ ചേർന്നാണ് 10 ദിവസങ്ങളിലായി ഉത്സവം നടത്തുന്നത്. തന്ത്രി സനൽ നാരായണൻ നമ്പൂതിരിയുടെ മുഖ്യ കർമ്മത്തിൽ രാവിലെ നടന്നു. ഇനിയുള്ള ദിവസങ്ങളിൽ 10 ദിവസം വിവിധ കലാപരിപാടികളും ക്ഷേത്ര പൂജാതി കർമ്മങ്ങളും ആയി ഇടക്കുളങ്ങര ക്ഷേത്രത്തിൽ ആറാട്ടോടു കൂടി നമ്മുടെ ഉത്സവം സമാപിക്കുന്നതായിരിക്കും. ഇരുകരകളുടെയും പകൽ കാഴ്ചകളും മറ്റു പരിപാടികളും 10 ദിവസത്തെ സമൂഹ സദ്യ എല്ലാം കൂടെ നമ്മുടെ ഈ ദേശത്തിന്റെ ഉത്സവമായും മഹാദേവന്റെ കൊടിയേറ്റിന് ശേഷം പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. തൊടിയൂർ വടക്ക് തല്ലത്തുംകുറ്റി പൊങ്ങുംമൂട് ഭഗവതി ക്ഷേത്രത്തിൽ ദീപക്കാഴ്ച നടത്തി. ഉത്രട്ടാതി മഹോത്സവത്തിന്റെ ഭാഗമായാണ് ദീപക്കാഴ്ച നടന്നത്. കരുനാഗപ്പള്ളി തൊടിയൂർ നോർത്ത് തല്ലത്തുകുറ്റി പോങ്ങുമൂട് ഭഗവതി ക്ഷേത്രത്തിലാണ് ഉത്രട്ടാതി മഹോത്സവത്തിന്റെ ഭാഗമായി ദീപക്കാഴ്ച ഒരുക്കിയത്. 100 കണക്കിന് ഭക്തരാണ് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കായി ക്ഷേത്രസന്നിധിയിൽ ദീപം തെളിച്ചത്. ക്ഷേത്ര ഭരണസമിതിയുടെയും മാതൃസമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു ദീപക്കാഴ്ച. തുടർന്ന് തിരുവാതിരയും അരങ്ങേറി. ഉത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ തിങ്കളാഴ്ച പൊങ്കാല നടക്കും. രാവിലെ 6-നാണ് പൊങ്കാല. വൈകിട്ട് ഗ്രാമപ്രദക്ഷിണ താലപ്പൊലി ഘോഷയാത്രയും തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കൈക്കൂലി ആരോപണം. അറസ്റ്റിലായ ചവറ സ്വദേശി സോനു ശ്രീകുമാർ നേരത്തെയും ആരോപണ വിധേയൻ. കഴിഞ്ഞ സഹോദയ ഫെസ്റ്റിവലിലും ഇയാൾ പണം വാങ്ങിയതായി ആരോപണം. യുവാവിനെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമം. 3-അംഗ സംഘത്തെ ഓച്ചിറ പോലീസ് പിടികൂടി. ഓച്ചിറ ദേവികുളങ്ങര സ്വദേശികളാണ് അറസ്റ്റിലായത്. ക്ലാപ്പന സ്വദേശികളായ സുജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് അറസ്റ്റ്.
മാലിന്യം തള്ളുന്നതും കത്തിക്കുന്നതും ജനജീവിതത്തെ ബാധിക്കുന്നു. നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ മുട്ടയ്ക്കാവ് മുടിച്ചിറ പോളയിലാണ് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നത്. പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും വിലയിരുത്തൽ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.